So, on the street sometimes somebody will go and threaten somebody and say, I'll break your legs if you don't give me money. നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം നമ്മുടെ നിരത്തുകളിൽ ഒരാള് 5-6 പേര് ഒരാളെ ചെന്ന് പറയും എനിക്ക് പൈസ തന്നെങ്കിൽ ഞാൻ മുട്ട് തല്ലി ഓടിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. At the electoral bond level, the threatening is much more sophisticated. നിങ്ങൾക്കറിയാവോ ഈ ഭീഷണിപ്പെടുത്തൽ വളരെ പരിഷ്കരിച്ചിട്ടാണ് ഈ ഭീഷണിപ്പെടുത്തൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ED people will come, CBI people will come, income tax people will come. Then they'll threaten the businessman, they'll interrogate him, and then at the end of the interrogation they will say, look, why don't you just give this to Adani? നമ്മളിപ്പോൾ നിരത്തിലെ ആളുകൾ എങ്ങനെയാണ് പേടിപ്പിക്കുന്നത്? നിങ്ങളുടെ കാല് തല്ലി ഒടിക്കുമെന്നാണ് പേടിപ്പിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് വരുമ്പോൾ ഇവർ പേടിപ്പിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് CBI വരും, ഇലക്ട്രൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും, അതുപോലെ എൻക്വയറി വരും, ഇൻകം ടാക്സ് വരും. എന്ത് ചെയ്യാം? ഇതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് പകരം ഇതെല്ലാം അദാനിക്ക് കൊടുത്തേക്കും. ഇതാണ് the big businessman. He is not like us. He requires a big house, fancy car. He cannot be uncomfortable for even 5 minutes. ഈ വലിയ വ്യവസായികൾ എന്ന് പറയുമ്പോൾ അവർ നമ്മളെ പോലെയല്ല. അവർക്ക് വലിയ വീട് വേണം, ആഡംബര കാറുകൾ വേണം. ഒരു 5 മിനിറ്റ് പോലും അസ്വസ്ഥമായിട്ട് ജീവിക്കാനോ ഇരിക്കാനോ ഒന്നും അവരെ കൊണ്ട് പറ്റില്ല. So moment little pressure comes on him, he gives everything and runs away. അതെന്താ പറ്റുന്നത്? ഈ വ്യവസായികൾക്ക് ഒരു ചെറിയ സമ്മർദ്ദം വരുമ്പോൾ എന്ത് ചെയ്യും? പേടിച്ചോളതെല്ലാം കൊടുത്തിട്ട് അവർ രക്ഷപ്പെടാൻ നോക്കും. So that is how the electoral bond scheme is the biggest extortion scheme in the world. അങ്ങനെയാണ് ഈ രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കൊള്ളയടിക്കൽ പദ്ധതിയായിട്ട് മാറുന്നത്.